നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഉജാല വെള്ള വസ്ത്രങ്ങൾ വൃത്തിയാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു അല്ലേ? പക്ഷേ ഈ ഉജാല ഉപയോഗിച്ചിട്ട് നിറം മങ്ങി തുടങ്ങിയ വാഷ് ബേസിനും ക്ലോസറ്റും ഉൾപ്പെടെ വീട്ടിലുള്ള ഒരുപാട് കാര്യങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാമെന്ന് എത്ര പേർക്കറിയാം? ഇന്നത്തെ നമ്മുടെ വീഡിയോ അതാണ് കേട്ടോ. ഉജാല ഉപയോഗിച്ചിട്ട് ഒരച്ചോ തേച്ചോ ഒന്നും കഴുകാണ്ട് ക്ലോസറ്റ് ഉൾപ്പെടെ നമ്മൾ വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ നിമിഷ നേരം കൊണ്ട് എങ്ങനെ വൃത്തിയാക്കി എടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു ലിക്വിഡ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഏകദേശം ഒരു 2-2.5 ഗ്ലാസ് വെള്ളം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നാരങ്ങയുടെ തൊണ്ടാണ് നമ്മൾ ഉപയോഗിച്ചിട്ട് കളയുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഉണങ്ങിയ നാരങ്ങയൊക്കെ ഉണ്ടല്ലോ, അതിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ചൂടോടെയാണ് കേട്ടോ ഞാൻ അരിച്ചെടുക്കുന്നത്. നിങ്ങളുടെ വാഷ് ബേസിനും ക്ലോസറ്റും ഒക്കെ നല്ലതുപോലെ നിറം മങ്ങി മഞ്ഞ കളറാണെങ്കിൽ ഈ ഒരു സമയത്ത് അരമുറി നാരങ്ങ നീര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഞാൻ എൻ്റെ ബാത്റൂമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കളറും കാര്യങ്ങളൊക്കെ അതിനുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം ഷാമ്പു ആണ്. ഏത് ഷാമ്പു വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 2-3 തുള്ളി ഉജാല കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ നാരങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ 2-3 അടപ്പ് വിനാഗിരി ചേർത്ത് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമ്മുടെ ലിക്വിഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു ലിക്വിഡിൽ ഞാൻ ആദ്യം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് സിറാമിക്കിൻ്റെ ഒരു കപ്പാണ് കേട്ടോ. സ്ഥിരമായിട്ട് നമ്മൾ ചായ കുടിക്കുന്ന കപ്പിലൊക്കെ ചായക്കര ഉണ്ടാകാറുണ്ടല്ലേ, നമ്മളത് എങ്ങനെയൊക്കെ വൃത്തിയാക്കി എടുത്താലും നല്ലപോലെ കിട്ടാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കപ്പുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു വെള്ളത്തിലേക്ക് ഒരു 5 മിനിറ്റ് മുക്കിയിട്ടാൽ മാത്രം മതി. സ്ക്രബ്ബറൊന്നും ഉപയോഗിച്ചിട്ട് തേച്ചോ ഉരച്ചോ ഒന്നും കഴുകണ്ട. നമ്മൾ ഈ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ഒരു ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു പുതിയ കപ്പ് എങ്ങനെയിരിക്കും അതുപോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സിറാമിക്കിൻ്റെയൊക്കെ പ്ലേറ്റുകളുണ്ടല്ലോ, അതിൽ മസാലകളുടെയൊക്കെ കറ വന്നു കഴിഞ്ഞാൽ അത് വൃത്തിയാക്കി എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള സമയത്ത് നമുക്കത് ഇതുപോലെ ഒരു ലിക്വിഡ് തയ്യാറാക്കിയിട്ട് ഒരു 5 മിനിറ്റ് അതിൽ മുക്കിയിടുകയാണെങ്കിൽ നമ്മൾ കൈയൊന്നും ഉപയോഗിച്ച് ഉരച്ച് കഴുകാണ്ട് തന്നെ പുതിയതുപോലെ തന്നെ കിട്ടും. ഈ ഒരു വെള്ളക്കപ്പ് നമ്മൾ ഇതിലേക്ക് മുക്കിയിട്ട സമയത്ത് സൈഡിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചായക്കറി ഉണ്ടായിരുന്നു. ഇപ്പം അത് 5 മിനിറ്റ് കഴിഞ്ഞെടുത്തപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു പുതുമയോടുകൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന ഗ്ലാസിൻ്റെ കപ്പുകളായാലും അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ കപ്പിൻ്റെയൊക്കെ സൈഡിൽ ചായക്കറി ഉണ്ടാവാറുണ്ടല്ലോ, ഇതൊക്കെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. നിറം മങ്ങി തുടങ്ങിയ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു വെള്ളത്തിൽ 5 മിനിറ്റ് നേരം മുക്കി വെച്ചിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ല തിളക്കം കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് നൽകാനായിട്ട് മറക്കരുതേ. ഇനി നമ്മൾ ഈ ഒരു വെള്ളത്തിൽ വൃത്തിയാക്കി എടുക്കാനായിട്ട് പോകുന്നത് ഒരു വൈറ്റ് സോക്സ് ആണ് കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ ഉപയോഗിക്കുന്ന വൈറ്റ് സോക്സ് വൃത്തിയാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല പണിയാണ്. കുഞ്ഞുങ്ങളെന്നല്ല, നമ്മൾ വലിയവർ ഉപയോഗിക്കുന്നതായാലും പെട്ടെന്ന് തന്നെ അതിലേക്ക് അഴുക്ക് പിടിക്കും. അപ്പോൾ അത് വൃത്തിയാക്കി എടുക്കാനായിട്ട് മിക്കപ്പോഴും നമ്മൾ ഉരച്ചൊക്കെ കഴുകേണ്ടി വരാറുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ഒരു വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് നേരം മുക്കി വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല പോലെ തന്നെ അത് വൃത്തിയായിട്ട് കിട്ടും. പിന്നെ അവിടെ ഇവിടെയൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൈ ഉപയോഗിച്ചിട്ട് ഇത് ഒന്ന് ജസ്റ്റ് ഉരച്ചെടുത്താൽ മാത്രം മതി. ഇത് ലൈവായിട്ട് തന്നെയാണ് ഞാൻ റിസൾട്ട് കാണിച്ചു തരുന്നത്. അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് അഴുക്കൊക്കെ ഉണ്ട് കേട്ടോ. ഞാനത് ബ്രഷൊന്നും ഉപയോഗിക്കുന്നില്ല, കൈ ഉപയോഗിച്ചിട്ടൊന്ന് ഉരച്ച് കഴുകി എടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ എത്ര എളുപ്പത്തിലാണ് നമ്മൾ വെള്ള കളറിലുള്ള സോക്സൊക്കെ ക്ലീൻ ചെയ്തെടുത്തത്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിൽ നമ്മൾ ഷാമ്പു കൂടി ഒഴിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ സോക്സ് ഉണങ്ങി കിട്ടുമ്പോൾ നല്ല മണമാണ് കേട്ടോ. സാധാരണ നമ്മൾ സോക്സൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കഴുകി ഉണക്കിയെടുത്താൽ ഒരു സ്മെല്ലുണ്ടാകാറുണ്ടല്ലോ, പക്ഷേ ഈ ഒരു ലിക്വിഡിൽ നമ്മൾ കഴുകി എടുക്കുകയാണെങ്കിൽ നല്ല മണമാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാനായിട്ട് മറക്കരുതേ. ഇനി നമ്മൾ തയ്യാറാക്കിയെടുത്ത ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് ടൈലാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ വൈറ്റ് കളറിലുള്ള ടൈലൊക്കെ മങ്ങി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ തറ തുടയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഈ തയ്യാറാക്കിയെടുത്ത ലിക്വിഡ് കുറച്ച് ഒഴിച്ചിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല തിളക്കം കിട്ടും. എൻ്റെ ടൈല് വൈറ്റ് കളറിലുള്ളതല്ല, ഒരു ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നത്. നല്ല വെള്ള കളറിലുള്ള വെർട്ടിഫൈഡ് ടൈൽസ് ആണ് നിങ്ങളുടെ വീട്ടിലെങ്കിൽ തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് തറയൊന്ന് തുടച്ചെടുക്കാനായിട്ട് മറക്കരുതേ. ഇനി നമ്മുടെ വീട്ടിലെ വാഷ് ബേസിനൊക്കെ അഴുക്ക് പിടിച്ച് നിറം മങ്ങി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തയ്യാറാക്കിയ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല തിളക്കം കിട്ടും കേട്ടോ. അതിനായിട്ട് തന്നെ നമ്മൾ തയ്യാറാക്കിയെടുത്ത ലിക്വിഡ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് ഉരച്ച് കഴുകിയെടുക്കുകയാണെങ്കിൽ നമ്മൾ പുതിയ വാഷ് ബേസിൻ്റെ ആ ഒരു തിളക്കത്തോടു കൂടി തന്നെ കിട്ടും. ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് ഇതുപോലെ ഒരു ലിക്വിഡ് തയ്യാറാക്കിയിട്ട് വാഷ് ബേസിനും അതുപോലെ തന്നെ നമ്മുടെ ക്ലോസറ്റും ഒക്കെ ഒന്ന് കഴുകിയെടുക്കാവുന്നതാണ്.
കുഴൽക്കിണറിലൊക്കെ വെള്ളം ഉപയോഗിക്കുന്നവരുടെ വീട്ടിലെ ക്ലോസറ്റും വാഷ് ബേസിനും ഒക്കെ പെട്ടെന്ന് നിറം മങ്ങി പോകാറുണ്ട്. അപ്പോൾ എന്താ ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കഴുകിയിടുവാണെങ്കിൽ നമുക്ക് ആ ഒരു പുതുമ നിലനിർത്താനായിട്ട് കഴിയും. ഇനി നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ക്ലോസറ്റാണ്. നമ്മൾ തയ്യാറാക്കിയെടുത്ത ഒരു വെള്ളം ക്ലോസറ്റിലെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ബ്രഷ് ഒന്നും ഉപയോഗിച്ചിട്ട് ഉരച്ച് കഴുകുന്നില്ല കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്ലഷ് ഒന്ന് പ്രസ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ വാഷ് ബേസിനും ക്ലോസറ്റും ഒക്കെ നല്ല പോലെ തന്നെ വൃത്തിയായിട്ട് കിടക്കുകയാണെന്ന്. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തുള്ള ടിപ്പുകൾ ചെയ്യുന്നത് കൊണ്ട്. ഇനി നിങ്ങളുടെ വാഷ് ബേസിനൊക്കെ കുറച്ച് നിറം മങ്ങിയതാണെങ്കിൽ ഒന്ന് ബ്രഷ് ഉപയോഗിച്ച് ഉരച്ച് കഴുകിക്കോളൂ. ഇനി നമുക്ക് ഉജാല ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന അടുത്ത ടിപ്പ് നോക്കാം. ചില സമയത്തൊക്കെ നമ്മുടെ വീട്ടിൽ ഷൂ പോളിഷ് തീർന്നു പോകാറുണ്ടല്ലേ, അല്ലെങ്കിൽ നമ്മളിത് എവിടെ വെച്ചെന്ന് മറന്നു പോകാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഷൂ ഒന്ന് പോളിഷ് ചെയ്യണമെങ്കിൽ ഇതുപോലൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് 1-2 തുള്ളി ഉജാല കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഷൂ ഒന്ന് പോളിഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല തിളക്കത്തോടെ കിട്ടും. നമ്മൾ ഷൂ പോളിഷ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് വൃത്തിയാക്കി എടുക്കുന്നത് അതുപോലെ തന്നെ കിട്ടും കേട്ടോ. ഇതുവരെ ഈ ഒരു ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. ഇപ്പം ഞാൻ പോളിഷ് ചെയ്ത ഷൂവും അല്ലാത്ത ഷൂവും തമ്മിലുള്ളൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം എഫക്റ്റീവാണ് നമ്മുടെ ഈ ഒരു ടിപ്പ് എന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ തുരുമ്പ് പിടിച്ചിട്ടുള്ള സ്റ്റീൽ പാത്രങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ. ഇതിനി ഉപയോഗിക്കണോ അതോ കളയണോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കൂ. തുരുമ്പ് പിടിച്ച ആ ഭാഗത്തൊക്കെ 1-2 തുള്ളി ഉജാല ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഇനോ ഇട്ട് കൊടുക്കാം. ഇനോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസിനൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. മിക്ക മെഡിക്കൽ സ്റ്റോറിലും നമുക്ക് കിട്ടും. അത് കുറച്ച് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഏതാണോ ഡിഷ് വാഷ് യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് തേച്ച് കഴുകി എടുക്കുകയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്ന സ്റ്റീലിൻ്റെ പാത്രങ്ങളുണ്ടല്ലോ ആ ഒരു രീതിയിൽ തിളക്കത്തോടെ കിട്ടും. അതുപോലെ തന്നെ ആ തുരുമ്പിൻ്റെ അംശങ്ങളൊക്കെ നിശേഷം മാറി കിട്ടും കേട്ടോ. ഉജാല ഒഴിച്ച ഭാഗത്ത് നമ്മൾ ഇനോ കൂടി ഇട്ട് കൊടുക്കുമ്പം ആ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരുപാട് നേരം ഒന്നും നമ്മൾ ഉരച്ചൊന്നും കഴുകണ്ട കേട്ടോ. അതെ ഞാൻ ജസ്റ്റ് ആ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഉരച്ചതേ ഉള്ളൂ. ആ ഒരു തുരുമ്പിൻ്റെ അംശമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. അടിപൊളി ടിപ്പാണ്. ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉജാല ഉപയോഗിച്ചിട്ടുള്ള കുറേയേറെ ടിപ്പുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇതിലേത് ടിപ്പാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല അടിപൊളിയായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.